നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് സ്റ്റിച്ച് എന്താണെന്നാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് സിംഗിൾ ക്രോഷേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഇൻക്രീസ് ആദ്യം ചെയ്യുന്നതെന്ന് നോക്കാം. സിംഗിൾ ക്രോഷേ ചെയ്ത് നമ്മൾ ടേൺ ചെയ്യാൻ പോവാണ്. ഒരു ചെയിൻ ചെയ്യുക, ടേൺ ചെയ്തു. ഇൻക്രീസ് എന്താന്ന് വെച്ചാൽ ഒരു ചെയിനിൽ തന്നെ 2 സ്റ്റിച്ച് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോ ഒരു ചെയിൻ ചെയ്ത് ടേൺ ചെയ്തു, നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തു, എടുത്തു, ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. അടുത്തത് നമ്മൾ അടുത്ത ചെയിനിലല്ലേ ചെയ്യാ. ഇൻക്രീസ് അങ്ങനല്ല, നമ്മൾ സെയിം ചെയിനിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. അപ്പോൾ ഒരു സ്റ്റിച്ച് തന്നെ 2 സിംഗിൾ ക്രോഷേ ചെയ്തു. അപ്പോൾ സിംഗിൾ ക്രോഷേ ആവാം, ഡബിൾ ക്രോഷേ ആവാം, ഹാഫ് ഡബിൾ ക്രോഷേ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഏത് സ്റ്റിച്ചും ചെയ്യാം. ദാണ്ട് അടുത്ത ചെയിനകത്ത് ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. അപ്പോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, അതിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്യാം. ചുരുക്കത്തിൽ ഒരു സ്റ്റിച്ചിനെ നമ്മൾ ഡബിൾ ആക്കുകയാണ്. ഓക്കെ. ഇൻക്രീസ് നമ്മൾ ഇരട്ടിക്കുന്നതെങ്കിൽ ഡിക്രീസ് എന്ന് പറയുന്നത് നമ്മൾ കുറയ്ക്കുകയാണ്. കാണിച്ചു തരാം. ചെയിൻ ചെയ്തു, ടേൺ ചെയ്തു, അതിനുശേഷം ഫസ്റ്റ് ചെയിനകത്ത് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി ഡിക്രീസ് ചെയ്യാൻ പോവാണ്. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഡിക്രീസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ലൂപ്പ് മാത്രമേ യൂസ് ചെയ്യൂ. 2 സ്റ്റിച്ചിനെ നമ്മൾ ഒരു സ്റ്റിച്ച് ആക്കാൻ പോവാണ്. ഈ 2 ലൂപ്പ് കണ്ടോ, 1 2 സ്റ്റിച്ചിന്റെ ഫ്രണ്ട് ലൂപ്പ് മാത്രം നമ്മൾ എടുക്കുക. എടുത്തിട്ട് യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിന്റെ ഫ്രണ്ട് ലൂപ്പ് 2ന്റെയും ഉള്ളിലൂടെ നമ്മൾ പതുക്കെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് ഈ 2 ലൂപ്പിന്റെയും ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ നമ്മൾ ഒരു ഡിക്രീസ് ചെയ്തു. ഇൻക്രീസും ഡിക്രീസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.